സർസംഘചാലക് മോഹൻ ഭഗവത് ഡൽഹിയിൽ മുസ്ലിം മതനേതാക്കളും രാഷ്ട്രീയ സ്വയംസേവക് സംഘ് സർസംഘചാലക് മോഹൻ ഭഗവത് ഡൽഹിയിൽ മുസ്ലിം മതനേതാക്കളുമായും മറ്റ് വിദഗ്ധരുമായും നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജൂലൈ 24-ന് ഡൽഹിയിലെ ഹരിയാന ഭവനിൽ നടന്ന ഈ യോഗത്തിൽ 70-ലധികം മുസ്ലിം മതനേതാക്കളും മറ്റ് വിദഗ്ധരുമാണ് പങ്കെടുത്തത്. ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള വിടവ് കുറയ്ക്കുകയും സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു യോഗത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് സംഘാടകർ ചൂണ്ടിക്കാട്ടിയത്. മോഹൻ ഭഗവത് മുസ്ലിം നേതാക്കളെ കണ്ടതെന്തിനാണ്? ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ള RSS താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ AIIO തലവൻ അഹമ്മദ് ഇല്യാസിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ദയൂബന്ദ്, ബറേലി, ഷിയ, സുന്നി, മുസ്ലിം വിഭാഗങ്ങളുടെ പ്രതിനിധികൾ, ജമിയത്തുൽ ഉലമായ ഹിന്ദു തുടങ്ങിയ സംഘടനകളുടെ നേതാക്കൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചതായാണ് വിവരം. ഗുജറാത്ത്, ഹരിയാന ചീഫ് ഇമാമുമാർ, ഉത്തരാഖണ്ഡ്, ജയ്പൂർ, ഉത്തർപ്രദേശ് ഗ്രാൻഡ് മുഫ്തിമാർ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായി ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. RSSന്റെ ഭാഗത്തു നിന്ന് മോഹൻ ഭഗവത്തിന് പുറമെ മുതിർന്ന നേതാക്കളായ ദത്താത്രേയ ഹൊസബാലെ, കൃഷ്ണഗോപാൽ, രാംലാൽ, ഇന്ദ്രേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. BJP നേതാവ് BL സന്തോഷും മറ്റ് ഭാരവാഹികളും സംബന്ധിച്ചതായും വിവരമുണ്ട്. അടച്ചിട്ട മുറിയിൽ നടന്ന യോഗം 3 മണിക്കൂറോളം നീണ്ടുനിന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മസ്ജിദുകളും ക്ഷേത്രങ്ങളും ഇമാമുമാരും പൂജാരിമാരും ഗുരുകുലങ്ങളും മദ്രസകളും തമ്മിൽ സമന്വയവും സംവാദവും വേണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. ഇത്തരം ശ്രമങ്ങൾക്ക് ഉടൻ തുടക്കമിടാനും തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു.